മുഖ്യമന്ത്രിയോട് ഉണർത്താനുള്ളത് മദ്രസയുടെ സ്കൂളിന്റെ സമയം മാറ്റം. അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്തുന്നത്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമസ്ത കേരള ജമീയത്തായ ഒന്നും സമസ്തന്റെ ആരും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. മുൻകഴിഞ്ഞ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടില്ല. ചിലപ്പോൾ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാകുന്ന പൊതുകാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതിപ്പോൾ അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് സംഘടന എന്ന നിലയ്ക്ക് കിട്ടേണ്ടതായ ചില സംഗതികൾ, ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ അവഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാവാനും പാടില്ല എന്ന് പ്രത്യേകമായി സാന്ദർഭികമായി കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അതിവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടുത്തെ 95% മുസ്ലിങ്ങളും അണിനിരക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിന്റെ വലുപ്പവും അതിന്റെ പ്രവർത്തന വിശാലതയൊക്കെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ളതായ സപ്പോർട്ടുകളും സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഗവൺമെന്റിൽ നിന്നിട്ടും പ്രതിപക്ഷത്തിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഈ 2 നേതാക്കന്മാരോട് പ്രത്യേകം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.